പത്തനംതിട്ട തിരുവല്ലയിൽ AIG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം വഴിയാത്രക്കാരനെ ഇടിച്ചിട്ട സംഭവത്തിൽ വിചിത്ര നടപടിയുമായി തിരുവല്ല പോലീസ്. അപകടത്തിൽപ്പെട്ട് പരുക്കേറ്റയാളെ പ്രതിയാക്കി തിരുവല്ല പോലീസ് കേസെടുത്തു. ഓഗസ്റ്റ് 30 രാത്രിയായിരുന്നു അപകടം. AIGക്കായി പോലീസ് ഒത്തുകളിച്ചു എന്നാണ് ആക്ഷേപം. ശശി നാരായണൻ വിവരം നൽകുന്നു. ശശി, വ്യക്തമാണല്ലോ, അങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ പ്രതിയാവും? ശശി, അത് തന്നെയാണ് പ്രധാന ചോദ്യം. ഒരാൾ അപകടത്തിൽപ്പെട്ട വാഹനം ഇടിച്ച് അപകടത്തിൽപ്പെട്ട ശേഷം അയാൾക്കെതിരെ തന്നെ പോലീസ് അയാളുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിനൊരു വിചിത്രമായ നടപടി എന്ന് പറയുന്നത്. ആ ഇടിച്ച വാഹനം എന്ന് പറയുന്നത് AIGയുടെ വാഹനം, VG വിനോദ് കുമാറിന്റെ വാഹനമാണ്. സ്വകാര്യ വാഹനമാണ് ഈ വഴിയാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇടിച്ചിട്ട് പരിക്കേൽപ്പിക്കുന്നത്. ആ പരിക്കേറ്റ ആൾക്ക് തന്നെ ആളുടെ പേര് കേസെടുക്കുന്നത്. അതും പോലീസിന്റെ ഡ്രൈവറാണ് ഈ സ്വകാര്യ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളൊരു ഗുരുതരമായ ഒരു വീഴ്ച കൂടി ഇതിനകത്തുണ്ട്. ആ ഡ്രൈവറുടെ മൊഴി പ്രകാരമാണ് ഈ വാഹനം ഇടിച്ചിട്ട ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പേരിലേക്ക് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. തിരുവല്ല പോലീസാണ് ഇത്തരത്തിൽ വിചിത്രമായ രീതിയിൽ നടപടി എടുത്തിട്ടുള്ളത്. എന്തായാലും പരിക്കേറ്റ ഈ ഇതര സംസ്ഥാന തൊഴിലാളി ആശുപത്രിയിലാണ്. പക്ഷെ അയാളുടെ പേരിൽ കേസും പോലീസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ജില്ലാ പോലീസ് എസ് ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനമായും ഈ ജില്ലയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അതായത് ജില്ലാ പോലീസ് മേധാവി അറിയാതെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പത്തനംതിട്ട ജില്ലയിൽ വന്ന് അപകടത്തിൽപ്പെടുമ്പോൾ ആ വാർത്ത സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോലും SP അറിയിച്ചില്ല എന്നൊരു വീഴ്ച കൂടിയുണ്ട്. അതിൽ കടുത്ത അതിർത്തിയാണ് ജില്ലാ പോലീസ് മേധാവിക്കുള്ളത്. അതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഉത്തരവ് കൈമാറിയിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഒരു ഗുരുതരമായ വീഴ്ചയാണ്. കാരണം AIGയുടെ വാഹനം ഇടിച്ച സംഭവം ബന്ധപ്പെട്ട് അവിടെ വെച്ച് തന്നെ ഒരു ഒത്തുതീർപ്പ് തിരുവല്ല പോലീസും AIG മാത്രമായി ഒരു ഒത്തുതീർപ്പ് നടന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായൊരു ആരോപണം ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 30 ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. ശശി, ഈ AIGയുടെ വാഹനം ഓടിച്ചിരുന്നത് ആരാണ്? അത് ഔദ്യോഗിക ഡ്രൈവർ തന്നെയായിരുന്നോ അതോ മറ്റാരെങ്കിലും ആണോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പോലീസ് വാഹനത്തിന്റെ ഡ്രൈവർ തന്നെയാണ് ഈ സ്വകാര്യ വാഹനം ഓടിച്ചിരുന്നത്. AIGയുടെ സ്വകാര്യ വാഹനം ഈ പോലീസ് ഡ്രൈവർ തന്നെയാണ് ഓടിച്ചിരുന്നത്. ആ പോലീസ് ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം ഇടിച്ചിട്ട് ഇതര സംസ്ഥാനത്തുള്ളതിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. അതാണ് ഈ വിചിത്രമായ ഒരു നടപടി എന്ന് പറയാൻ കാരണം. ഇതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഈ പോലീസ് സേനയ്ക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ജില്ലാ പോലീസ് മേധാവി അറിയാതെ ഒത്തുതീർപ്പ് നടത്തി പെട്ടെന്ന് തന്നെ ഈ പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഈ കേസ് ഒതുക്കിത്തീർക്കുന്ന രീതിയിലുള്ള നടപടിയിലേക്ക് ജില്ലാ പോലീസ് എത്തിച്ചേർന്നു. അതിൽ അതൃപ്തിയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരുപക്ഷെ കേട്ടുകേൾവി പോലില്ലാത്ത രീതിയിലാണ് അപകടത്തിൽപ്പെട്ട ആളുടെ പേരിൽ കേസെടുക്കാതും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ഇടിച്ചിട്ട് അത് അപകടത്തിൽപ്പെട്ട ആളുടെ പേരിൽ കേസെടുക്കുക എന്ന് പറഞ്ഞൊരു വിചിത്രമായ ഒരു നടപടിയാണ് തിരുവല്ല പോലീസ് എടുത്തത്. തീർച്ചയായും ഒരു അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പോലീസിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പല ആളുകളും നാട്ടുകാരടക്കമുള്ള ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കാരണം രാത്രിയിലാണ് ഈ വാഹനം സ്വകാര്യ വാഹനം AIG സ്ഥലത്തെത്തിയത്. ആ സ്ഥലത്ത് വെച്ച് അപകടം ഉണ്ടാകുന്നത് ആരും അറിയാതെ പെട്ടെന്ന് ഈ അപകടത്തിൽപ്പെട്ട ആളുടെ പേരിൽ കേസെടുത്ത് ഈ കേസ് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നു എന്നുള്ള ആക്ഷേപം. എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ശശി? അദ്ദേഹത്തിന്റെ പരിക്ക് വളരെ ഗുരുതരമല്ല എങ്കിലും കാര്യമായ രീതിയിൽ ചെറിയ പരിക്കുകളുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ അതിലുപരി ഈ വാഹനം സ്വകാര്യ വാഹനം ഇടിച്ച് പരിക്കേൽപ്പിച്ച ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അത് ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സഞ്ചരിച്ചത് എന്ത് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്? നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഈ ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വഴിയാത്രക്കാരനാണ് അയാൾ സൈഡൊരുക്കി നടന്നുപോയാണ്. ആ ഡ്രൈവിംഗിന്റെ വാഹനം ഓടിക്കയിലുള്ള തെറ്റായ രീതി കൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടത്തിൽ പറ്റിയ പരിക്കേറ്റ ആളുടെ പേരിൽ കേസെടുക്കുന്നത്. അതിൽ പോലീസ് ഈ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ശ്രമം, രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം, അതിൽ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ AIGയുടെ ഒത്തുചേർന്നുകൊണ്ട് തിരുവല്ല പോലീസ് DSP അടക്കമുള്ള ആളുകൾ ഒത്തുചേർന്ന് നടത്തിയത് ഒത്തുകളി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിട്ടുള്ളത്. അത് ജില്ലാ പോലീസ് മേധാവി ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അതും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ നിലവിലത്തെ
സാഹചര്യത്തിൽ ഈ കാര്യം കൃത്യമായി ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുന്ന കാര്യത്തിൽ വീഴ്ച പറ്റി എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളി കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിലേക്ക് ഇതുവരെ നടപടിയായിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ സംഭവം പോലീസ് സേനയിൽ തന്നെ അതിർത്തി ഉള്ളതുകൊണ്ട് പുറത്തു വന്നൊരു വാർത്തയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായി തരത്തിൽ ഈ വാർത്ത പുറത്തു വരികയും ഇതിന് റൈറ്റ്. എന്നാലും വല്ലാത്തൊരു പോലീസ് തന്നെ ഈ പോലീസ്. വഴിയാത്രക്കാരൻ ഇടിച്ചിട്ട AIG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം, അതിൽ കേസെടുത്തിരിക്കുന്നത് ആ ഇടികൊണ്ട് തെറിച്ച് വീണ ഇതര സംസ്ഥാന തൊഴിലാളിക്കെതിരെയാണ്. വല്ലാത്ത തരത്തിലാണ് പോലീസ് നീക്കമെന്ന് പറയാതെ വയ്യ. തിരുവല്ല പോലീസാണ് ഇത്തരത്തിലൊരു വിചിത്ര നടപടി. ശശിനാരായണ വിവരങ്ങൾ നൽകിയത്. ഇത് നീതിയല്ല, അനീതിയാണെന്ന് സംശയം പറയാം. ഇടവേള.